മടിവാലയിലാണ് കേട്ടോ. അപ്പോൾ മടിവാല ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. മടിവാല ഇവിടെയാണ് നമ്മുടെ വണ്ടികളൊക്കെ വന്ന് നിർത്തുന്ന സ്പോട്ട്. അപ്പോൾ ഇപ്പോൾ സമയം 2 മണിയായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുന്ന് 2:30 നമ്മുടെ വണ്ടി വരുന്നുണ്ട്. 3:45 ഇവിടുന്ന് പോകണം. നമ്മൾ ഇങ്ങോട്ട് വന്നത് നമ്മുടെ ശ്യാമ ട്രാവൽസിൻ്റെ പത്തനംതിട്ട ബാംഗ്ലൂർ വണ്ടിയിലായിരുന്നു. തിരിച്ചു പോണത് ശ്യാമ ട്രാവൽസിൻ്റെ ബാംഗ്ലൂർ ട്രിവാൻഡ്രം വണ്ടിയിലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ ഇത് YBMൻ്റെ ഓഫീസാണ്. YBMൽ പോയാലോ എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. പക്ഷെ വണ്ടി രാത്രിയിലാണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് നാട്ടിൽ പെട്ടെന്ന് എത്തണം. അതുകൊണ്ട് പെട്ടെന്ന് പോകാമെന്ന് ചോദിച്ചാൽ ആ അറ്റത്ത് കാണില്ല, അത് കൊമ്പൻ്റെ ഓഫീസാണ്. അത് പൂട്ടിക്കിടക്കുകയാണ്. അവർ ആ വണ്ടി കത്തി എന്നൊക്കെ ഇവർ പറഞ്ഞാട്ടോ, എനിക്കറിയില്ല, അങ്ങനെ കേൾക്കണം. തൊട്ടപ്പത്തിൽ റിയൽറ്റിയുടെ ഓഫീസ് നമുക്ക് കാണാം. സൂം ക്യാമറ ഇല്ലാത്ത കാരണം ഒരു രക്ഷയില്ല. ഇതാണ് നമ്മുടെ ശ്യാമയുടെ ഓഫീസ്. ഇത് മടിവാളിയിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ ഇതാണ് നമ്മുടെ ശ്യാമയുടെ ഓഫീസ്. അതിലേക്ക് ആദ്യം കൊറോണയ്ക്ക് മുന്നേ കുറച്ച് വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അത് ഒഴിവാക്കി വീണ്ടും അവർ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ ഓണറുണ്ട്, ആളെ ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് ഇതിൻ്റെ ഓണർ. എൻ്റെ നെയിം ആസാദ്. ഓക്കെ. ഇദ്ദേഹമാണ് ഇതിൻ്റെ ഓണർ, നമ്മുടെ ശ്യാമ ട്രാവൽസിൻ്റെ. അതിൽ അവരുടെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇതാണ് ഓഫീസും കാര്യങ്ങളൊക്കെ വരണം. മടിവാലയിൽ ഇങ്ങനെ വരുന്നത് ഇത് ഇവരുടെ സ്വന്തം കെട്ടിടം തന്നെയാണ് കേട്ടോ. പക്ഷെ നമ്മൾ ഫോട്ടോ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. വണ്ടി വരാൻ സമയമുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് നെയിം ആപ്കാ നെയിം ശേഖർ. പേരെന്താ? ഇദ്ദേഹം മലയാളിയാണ്, കണ്ണൂര്. മുന്നേ പരിചയപ്പെട്ടു. അപ്പോൾ സമയമുണ്ട് വണ്ടി വരാനായിട്ട്. അപ്പോൾ നമ്മൾ ഇവിടെയാണ് വണ്ടി വരിക നമ്മുടെ. അപ്പോൾ അത് കാരണം എല്ലാവരും ഒന്ന് പരിചയപ്പെടാമെന്ന് വിചാരിച്ചു. ഇത് YBMൻ്റെ ഓഫീസ്. സായിബാബയുടെ ഫോട്ടോ ഒക്കെ ഇരിക്കുന്നുണ്ട്. ഞാൻ YBMൽ പോകണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ പെട്ടെന്ന് നാട്ടിലെത്തണം. അത് മലയാളികൾ ഞാൻ ഇടയ്ക്ക് വെച്ച് നോക്കിയപ്പോഴേ കേരളത്തിൽ ഞാൻ തിരിച്ചു വന്നേ തോന്നി. അത്രമാത്രം മലയാളികളാണ് അവിടെ. കർണാടകക്കാരനെക്കാട്ടും കൂടുതൽ മലയാളികളാണ്. വെറുതെ എല്ലാത്തിനും നേഴ്സറി ബിസിനസ്സുകളോട് ഓടണല്ലേ. ബസ് വന്നു. നമ്മുടെ കുണുങ്ങി വരുന്നുണ്ട് നമ്മുടെ വണ്ടി. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടി. ഇതിലാണ് നമ്മുടെ യാത്ര. ഇങ്ങോട്ട് വരുമ്പം ക്ഷാമയായിരുന്നു, പക്ഷേ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് കിട്ടിയില്ല. പക്ഷേ ഇത്തവണ നമുക്ക് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നട്ടുച്ച നേരത്തെല്ലാം എടുക്കണേ. അപ്പോൾ ഇതിൻ്റെ ഒരു ലൈബ്രറി കാര്യങ്ങളൊക്കെ കണ്ടല്ലേ, ബ്ലാക്ക് തീമിലാണ് വന്നിട്ടുള്ളത്. ഇതാണ് ഏഷ്യയിലെ സീരീസിലെ നമ്മുടെ CBL കൂടിയാണ് ഇത് കെട്ടിയിട്ടുള്ളത്. നല്ല രസമുണ്ട് കാണാല്ലേ. നല്ല ഹൈറ്റും വെയിറ്റും ഒക്കെ ഉണ്ട് വണ്ടി. മറ്റു വീഡിയോയിൽ കണ്ടിട്ടായിരിക്കും അതിൻ്റെ ഉൾഭാഗം കാര്യങ്ങളൊക്കെ. അതൊന്നുകൂടി കാണിച്ചു തരാം. മറ്റേ വണ്ടി പോലെ തന്നെ വ്യത്യാസമൊന്നുമില്ല. വണ്ടിയിലെ ആൾക്കാരൊക്കെ കയറി തുടങ്ങി. ഇപ്പോൾ നമുക്കും കയറണം. ജസ്റ്റ് ബാക്ക് ഭാഗം കൂടി ഒന്ന് കാട്ടിത്തരാം. ഇതാണ് ഇതിൻ്റെ ബാക്ക് സൈഡ്. എന്താ ഹൈറ്റ് അല്ലേ. വിൽക്കാറുള്ള തത്രപ്പാടാണ്. പൈസൻ്റെ വീട് കണ്ടപ്പോൾ ബോൾട്ടൊക്കെ ഒരു വ്യത്യാസം നോക്കി ഇപ്പം 13 മീറ്റർ വണ്ടിയാണ്. അതാണ് അത്രയും. ഇതിൻ്റെ ബോൾട്ടിനെ കുറച്ച് വ്യത്യാസം കാര്യങ്ങളൊക്കെ ആയിട്ട്. എയർ സസ്പെൻഷനാണ് വരുന്നത്. ഉള്ളിലേക്ക് ഒന്ന് കയറി നോക്കാം. ജസ്റ്റ് അവിടെ വേഗം അവിടെ ഇരിക്കട്ടെ. വണ്ടി ഉള്ളിൽ കയറി മറ്റേ വണ്ടി അതേപോലെ തന്നെ അല്ലേ അതിൻ്റെ ഇൻറ്റീരിയറും. പക്ഷേ ഇത് ഇവിടെ ഇതൊക്കെ ലൈറ്റ് കത്തണതാണ്. ലൈറ്റ് ഓഫ് ചെയ്തിട്ട് വെക്കുന്നതാണ്. അതാണ് കത്തണ സംഭവമാണ്. സട്ട്ലജ് ബോഡിയിൽ നമുക്കൊരു വീഡിയോ ചെയ്യണം എന്തായാലും. സട്ട്ലജിനെക്കാട്ടും നല്ല സെറ്റ്
തോന്നുന്നത് ഇതിൻ്റെ തന്നെയാണ്. എന്തായാലും നന്നായിരിക്കണ്ടേ ഇതിൻ്റെ ഇന്റീരിയർ കാര്യങ്ങളൊക്കെ. ഒപ്റ്റിമസ് കൂടെ തന്നെ എൻ്റെ പേര് കൂടെ കിടക്കാം. ഇവിടെ ഫിനിഷാണെല്ലാം ഉണ്ടാക്കണേ. താഴെ സിംഗിൾ വർക്ക്, മുകളിലും സിംഗിളും. ഇതിൽ ആൾക്കാർ ഇഷ്ടംപോലെ കയറി. ഇത് ഡബിളാണ്, താഴെ ഡബിളാണ്, ഇത് സിംഗിളാണ്. സംഭവമൊക്കെ ഏരിയ കണ്ടില്ലേ, ഇത് നന്നായിരിക്കണ്ടല്ലേ. വുഡൻ ഫിനിഷ് ആണ്. ലേറ്റ് നിട്ടാ നന്നായിരിക്കും. എന്തായാലും നല്ല ഈ ക്യാബിനൊക്കെ നോക്കി ജെ സി ബി എല്ലിന് സ്പെഷ്യലായിട്ടൊരു ക്യാബിനാണുള്ളത്. ഏഷ്യൻ്റെ സ്റ്റീലിംഗ് വീല് നമ്മൾ 13 മീറ്റർ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം അതേ ചേസാണ്. ബോഡി ഒരു വ്യത്യാസം എന്ന് മാത്രം, ജെ സി ബിയിൽ ബോഡിയാണ് മാത്രം. പിന്നെ ഇത് ഇൻബിൽറ്റ് ബോഡിയും വരുന്നുണ്ട്, ഏഷ്യൻ്റെ തന്നെ ഇൻബിൽറ്റ് ബോഡി വരുന്നുണ്ട്. പിന്നെ നമ്മൾ പണിയുന്ന ബോഡി എന്ന് പറയുമ്പോൾ സട്ലജിൻ്റെ ബോഡി കൂടുതൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ ലീറാസ് പണിയുന്നുണ്ട്. അതുപോലെ തന്നെ ഇങ്ങനത്തെ ജെ സി ബി ബോഡി പണിയുന്നുണ്ട്. ഇതൊക്കെ എല്ലാ റെസ്റ്റോറൻറ്റുകളൊക്കെ ഇതുപോലെ തന്നെ മറ്റേ 13 മീറ്റർ ചെയ്തിട്ടില്ലേ ഏഷ്യൻ്റെ, അതെ ഇവിടെ ആൾക്കാർക്ക് ഇരിക്കാനും കിടക്കാനൊക്കെ പറ്റും. സ്പേസ് ഇഷ്ടം പോലെയാണ്. ഇവിടെ ഫിനിഷാണ് അതിൻ്റെ ഉള്ളിൽ ഈ ഭാഗത്ത് ചെയ്തേക്കണേ. നന്നായിരിക്കുന്നുണ്ട് മൊത്തത്തിൽ. ഓവറോള് വണ്ടിയിൽ ആൾക്കാർ കയറണം. അധികം നമുക്ക് എടുക്കാൻ പറ്റില്ല, അവരുടെ പ്രൈവസി കാണിക്കണ്ടേ. മറ്റേ ഈ അടിയിലുള്ള മാറ്റ് വരെ സെയിമാണ് കേട്ടോ. അപ്പം നമുക്ക് യാത്ര തുടങ്ങാമല്ലേ. വണ്ടി കണ്ടിട്ടുണ്ട്. ഇതും 20 പോണ വണ്ടിയാണ്. കല്ലടി 20 പോണ വണ്ടിയാണ്. സെയിം ടൈമിൽ രണ്ട് വണ്ടി. കല്ലടയിലെ വീട്ടിൽ തോന്നുന്ന വീഡിയോ 20 വണ്ടിയിൽ ഒരേ സമയത്ത് തന്നെയാണ് എത്തുന്നുണ്ടാവും അല്ലേ. സ്ലോവാ വാച്ച് നമ്മുടെ 2:45 നമ്മളും തിരിയും. നെയ്മ് തന്നെ പാർത്ഥിപൻ. ഊര് മസൂര്. ഓക്കെ. ഡ്രൈവർമാര് ഉങ്ക നെയ്മ് തന്നെ വിൻസൻ. ഡ്രൈവറാണോ? ഉങ്കനെ രാമു. എന്താ ഡ്രൈവർ? അറ്റൻഡർ. അപ്പൊ സിംഗിൾ ഡ്രൈവറാണോ? അപ്പൊ ഇവരൊക്കെയാണ് അതിന്റെ ആൾക്കാർ. ഒരാൾ കൂടി കയറാണ്ട്. വണ്ടി എടുത്ത് ബ്ലോക്കിൽ പെട്ടിട്ട് കുറെ നേരം കിടക്കണം. ബാംഗ്ലൂരാണ് സ്ഥലം. അപ്പൊ അറിയാലോ തിരക്കിന്റെ അവസ്ഥ. നെയ്മ് എന്നാ? ഊര് ഊര് ഊര്. ഓക്കെ ഓക്കെ. ഇതാണ് ഡ്രൈവർ. ആളാണ് വണ്ടി ഓടിക്കണേ. നമ്മുടെ ഹൊസൂരൊക്കെ ആയി. ഹൊസൂര് അടിയിലാണ് ഹൊസൂര് ടൗണൊക്കെ വരുന്നത്. എവിടെ പോയാലും തന്നെയാവും. ക്ഷാമ പവർസിന്റെ വെള്ളം കൊടുക്കണത് കേട്ടോ. വണ്ടിയുടെ വാഷ്റൂം വേണ്ടി നിർത്തിയതാണ്. പെട്ടെന്ന് ഒരാൾക്ക് വണ്ടി
ഓടം തുടങ്ങിയപ്പോൾ ശ്രമമാണ് വരങ്ങന്മാരെ സൈഡ് മൊത്തം നല്ല ചിരമ്പിച്ച് കിടക്കുന്നു ഉണങ്ങിയിട്ട്. എന്താ പാറാനാ പാറ കാണുമ്പോൾ ഗുണ പോയിന്റും ബാബു കയറിയ പാലക്കാട് പാറ ഓർമ്മ വരിക. കൃഷ്ണഗിരി ആവാറായി. ശൂലഗിരി ലെഫ്റ്റിലേക്കാണ്.
போடல ഫോറസ്റ്റ് എന്താണ് സന്ധ്യയായി 5:45 പൂക്കാട് എന്നാണ് നമ്മുടെ രാത്രി ബസ് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റില്ല, ആകെ ഇരുട്ടല്ലേ. അപ്പോഴാണ് സർവീസ് വരുമ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഇതാണ് വിജയമംഗലം ഹോട്ടൽ. ഇവിടെ നിന്ന് നമ്മൾ ഡിന്നർ ബ്രേക്കിന് നിർത്തിയിരിക്കാൻ സമയം ഇപ്പോൾ 8:30 മണി. രാത്രി കാണാൻ കേട്ടോ അടാർ ലുക്ക് വണ്ടി. ഇപ്പുറത്ത് എയർലൈൻസിൻ്റെ വണ്ടി കിടക്കുന്നുണ്ട്. ഇവിടെ നമ്മുടെ ശ്യാമ കിടക്കുന്നുണ്ട്. ഞാനെപ്പോഴേ ഷർമിയും ശ്യാമയും തമ്മിൽ തെറ്റിക്കും. ഇച്ചിരി വരിണ്ടല്ലോ അവിടെ. നല്ല രാത്രി നല്ല റിഫ്ലക്റ്റിംഗ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി വൈബ് വണ്ടി കാണാനായിട്ട്. എന്തായാലും രക്ഷയില്ല, സൂപ്പർ.
നൈറ്റ് വിഷനാണ് സൂപ്പർ അല്ലേ? എങ്ങനെ ഇന്റീരിയർ ഇപ്പം രാത്രി വെളിച്ചൊക്കെ ഇട്ടപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗി അറിയണേ. നന്നായിരിക്കണ്ടല്ലേ? ഈ മുകളിൽ കൂടെ സംഭവമൊക്കെ അടിപൊളി. പ്രകാശ് കപ്പല്ലേൽ ഇതുപോലുള്ള സെറ്റപ്പ് ഇല്ല, അതാണ് ഒരു പ്രശ്നം. പിന്നെ അതുപോലെ മറ്റേ ബിൽറ്റ് ഏതാൻ്റെ പേര് സപ്ലൈച്ചിൽ ഇത്രയുണ്ട് ടോപ്പല്ല ഇന്റീരിയറൊക്കെ നല്ല രാത്രി കാണാൻ നല്ല ഭംഗിയായിട്ടിരിക്കുന്നത്. അവിടേക്ക് സമയം ഇപ്പോൾ കുറച്ച് 46 സമയം പുലർച്ചെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഈ വണ്ടി തിരുവനന്തപുരം വരെ പോകുന്ന വണ്ടിയാണ്. ഇത് പുലർച്ചെ ഒരു 8 മണി 9 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരത്തെത്തും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നമ്മൾ ഒരുപാട് വിഷ്വലൊക്കെ പകൽ വിഷ്വലൊക്കെ നമുക്കിതിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് കണ്ട് നിങ്ങൾക്ക് അത് ആസ്വദിക്കാൻ പറ്റിയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ അവിടെ പണി നടക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓരോരോ വീഡിയോകളും ഓരോരോ അനുഭവങ്ങളാണ്. നമ്മൾ വോയിസ് ഓവറൊന്നല്ല ചെയ്യണത്. അതുകൊണ്ട് തന്നെ സൗണ്ട് ചിലപ്പോൾ ഇഷ്യൂസൊക്കെ ഉണ്ടാവും. അത് ശ്രമിക്കുക. കറക്റ്റ് 1 മണിക്ക് നമ്മൾ തൃശ്ശൂർ എത്തിയിട്ടുണ്ട്. നമ്മുടെ ശ്യാമ ട്രാവൽസ്. ഇപ്പോൾ തിരുവനന്തപുരത്തേക്കാണ് വേണ്ടി പോകുന്നത്. രാവിലെ 9 മണിയാകുമ്പോഴേക്കും തിരുവനന്തപുരം എത്തും. നമ്മൾ തൃശ്ശൂർ ഇറങ്ങിയെന്ന് മാത്രമല്ല. എന്തായാലും JCBയിൽ ബോഡി അടിപൊളിയാണ്. ഏഷ്യർ 13 മീറ്റർ സൂപ്പറാണ്. നല്ല സസ്പെൻഷനും സംഭവങ്ങളൊക്കെയാണ് വേണ്ടത്. അങ്ങനെ അപ്പോൾ
പോട്ടെ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം.